മിൽമ പോലെ തന്നെ ഒരു മധുരമുള്ള അനുഭവമായിരുന്നു. കാണാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. രാവിലെ പാല് മേടിക്കുമ്പോൾ ആ പാല് പൊട്ടിച്ചൊഴിക്കുന്ന ഒരു ഇതല്ലേ നമ്മൾ അറിയുന്നത്. പക്ഷേ ഇത്രയും പ്രോസസ്സ് അതിന് പിന്നിലുണ്ടെന്ന് നമ്മൾ കയറിയതിന് ശേഷമാണ് മനസ്സിലായത്. ഒരു ഫാമിലി പോലെ, സത്യം പറഞ്ഞാൽ ഒരു ഫാമിലി പോലെയാണ് നമ്മളിവിടെ എല്ലാവരും ഉള്ളത്. ായിട്ട് പറയാനുള്ള സ്റ്റാഫിൻ്റെ ആ എക്സ്പ്ലനേഷൻ പവറും ആ കോർപ്പറേഷനും സ്നേഹവും സഹകരണവുമാണ്. Safety of our people who are consuming is ensured so nicely. It's very impressive. ഇതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് പാസ്ചറൈസേഷൻ എന്ന് പറയും. ഞങ്ങൾക്ക് ഇവിടെ ഒരു ദിവസം ഒരു 4 ലക്ഷത്തി ലിറ്ററിന് മുകളിൽ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം മിൽമ ഡയറിയുടെ ഫ്രണ്ടിലാണ്. അപ്പോൾ എല്ലാ വർഷവും നവംബർ 26 ഇന്ത്യയുടെ പാൽക്കാരനെന്ന് അറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നവംബർ 25, 26 തീയതികളിൽ മിൽമ വിസിറ്റ് ചെയ്യാനുള്ള അവസരം എല്ലാവർക്കും മിൽമ നൽകുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ, അതോടൊപ്പം തന്നെ ധവള വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ്, അതിനേക്കാൾ ഉപരി നമ്മുടെ കേരളത്തിന് അഭിമാനകരമായ ഒരു വ്യക്തിത്വം, അതാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തിലൂടെ ഇന്ത്യയിലുള്ള ക്ഷീര കർഷകർക്ക് അവർക്ക് ഒരു സ്ഥിരം വിപണി കണ്ടെത്താൻ കഴിഞ്ഞു. വളരെയേറെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ ജന്മദിനം നവംബർ 26 നമ്മൾ ദേശീയ ക്ഷീരദിനമായിട്ട് ആഘോഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ ഡയറികളും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മറ്റ് എല്ലാ ഡയറികളും പൊതുജനങ്ങൾക്കായിട്ടും ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ട് തുറന്നു കൊടുക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം ഡയറിയുടെ പ്രവർത്തനങ്ങൾ പാലുൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നതിനൊരു അവസരം കൂടിയാണ് ഈ മിൽക്ക് ഡേ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഗ്രാമഗ്രാമാന്തരങ്ങളിലുള്ള ക്ഷീര കർഷകരിൽ നിന്നും കളക്ട് ചെയ്യുന്ന പാല് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഫുൾ ഓട്ടോമേഷൻ സംവിധാനങ്ങളിലൂടെ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും പൊതുജനങ്ങൾക്ക് നേരിട്ട് കാണാനൊരു അവസരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ വർഷവും നമ്മൾ ഇത് ആചരിക്കുകയാണ്. അപ്പം ആ മഹാനായ വ്യക്തിത്വത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ നമസ്കാരത്തോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാ വർഷവും നവംബർ 26 ശ്രീ കുര്യൻ സാറിൻ്റെ ജന്മദിനമാണ്. അതിനോടനുബന്ധിച്ച് ഒരു ദിവസം മുമ്പോട്ടോ അല്ലെങ്കിൽ പിന്നിലോട്ടോ 25 അല്ലെങ്കിൽ 27 ഈ ദിവസം കൂടെ ആഡ് ചെയ്താണ് എല്ലാ വർഷവും മിൽമ ഓപ്പൺ ഡേ നടത്തുന്നത്. പൊതുജനങ്ങൾക്ക് മിൽമ ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യണത് എന്ന് കാണുന്നതിനും അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വിശദമായി കാണാനും ഒരു അവസരമാണ്. അത് എല്ലാവരും കാണുന്നതിനും അതിൻ്റെ വിശ്വാസ്യത ഉറപ്പിക്കുന്നതിനും വേണ്ടി ഈ ഒരു സംരംഭത്തോട് നമ്മളോട് സഹകരിക്കാമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, നമുക്ക് പല സെക്ഷനുകളിലും ഡയറികളിൽ വന്നു കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഇന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഏരിയകളും മെയിനായിട്ട് പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങൾ വരെ സന്ദർശിക്കാൻ സാധിക്കും. ഇവിടെ നടക്കുന്ന പ്രോഡക്ട്സ് മെയിനായിട്ട് തൈര്, സംഭാരം, നെയ്യ്, പനീർ, ബട്ടർ, ഐസ്ക്രീം മുതലായ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവയുടെ ഉൽപ്പാദന രീതികളും മറ്റുമെല്ലാം ഇന്നിവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് സ്പെഷ്യൽ കൗണ്ടറുകളുണ്ട്. അതിൽ നിന്ന് നമുക്ക് വില കുറഞ്ഞ് തന്നെ ഇന്ന് പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് വാങ്ങാവുന്നതുമാണ്. ഇത്രയുമാണ് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. എന്തായാലും എല്ലാവരും ഈ പ്രത്യേക സന്ദർഭം പ്രയോജനപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. ഹായ്. ഇപ്പോൾ നമ്മുടെ മിൽക്ക് ഡേയെ പറ്റി എന്താണ് പറയാനുള്ളത്? മിൽക്ക് ഡേ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീ വർഗീസ് കുര്യൻ സാറിൻ്റെ ജന്മദിനം ആയിട്ടാണ് ഇത് ആഘോഷിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജനങ്ങൾക്കും ഡയറി കാണുവാനുള്ള ഒരു സൗകര്യം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനു പുറമെ ഇവിടെ നടക്കുന്ന ഡയറിയുടെ അതിൻ്റെ പ്രവർത്തനങ്ങളും പ്രോഡക്റ്റ് സെക്ഷൻ
പ്ലാന്റ് ഇതിൻ്റെയൊക്കെ എല്ലാ പ്രവർത്തനങ്ങളും നേരിട്ട് കാണുവാനും അതിനെക്കുറിച്ച് വിലയിരുത്തുവാനും സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രോഡക്ട്സിനെ പരിചയപ്പെടുത്തുവാൻ ഇപ്പോൾ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടെങ്കിലും എല്ലാ ജനങ്ങൾക്കും അതറിയില്ല. അപ്പോൾ ഈ 2 ദിവസത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും എന്താണ് മിൽമയുടെ പ്രത്യേകത, മറ്റ് പാലുൽപ്പന്നങ്ങളും പാലിൻ്റെയും അപേക്ഷിച്ച് നമ്മുടെ മിൽമയ്ക്ക് എന്താണ് പ്രത്യേകത എന്ന് മനസ്സിലാക്കുവാനും നേരിട്ട് അത് കാണുവാനും സാധിക്കുന്നു. പിന്നെ കൂടാതെ നമ്മുടെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് വളരെയധികം വില കുറച്ച് ജനങ്ങൾക്ക് നേരിട്ട് വാങ്ങുവാനും സാധിക്കുന്നു. അപ്പോൾ ഞങ്ങളിവിടുത്തെ സ്റ്റാഫാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ മിൽക്ക് ഡേ പറ്റി പറയാനുള്ളത്. എന്തുകൊണ്ടും നല്ലൊരു ഉത്സവമാണിത്. മിൽമയുടെ അടിത്തറ എന്നത് ഈ ക്ഷീര കർഷകരാണ്. ഇങ്ങനെ അനേകം ക്ഷീര കർഷകർ നൽകുന്ന പാൽ സൊസൈറ്റികളിൽ ശേഖരിച്ചതിന് ശേഷം ഈ പാലിലെ സൂക്ഷ്മാണുക്കളുടെ വളർച്ച തടയുന്നതിനായി ബൾക്ക് മിൽക്ക് സെൻറ്റർ അഥവാ BMCയിലേക്ക് മാറ്റുന്നു. BMCയിൽ നിന്നും ഈ പാൽ വലിയ ടാങ്കറുകൾ വഴി മിൽമ ഡയറിയിലേക്ക് എത്തിച്ചേരുന്നു. ഇങ്ങനെ പാലുമായി എത്തുന്ന ഓരോ ടാങ്കറുകളുടെയും ഭാരമളന്ന് രേഖപ്പെടുത്തി ഗുണമേന്മയുടെ അവസാനഘട്ട പരിശോധനയ്ക്ക് ശേഷം വലിയ ടാങ്കിലേക്ക് പമ്പ് ചെയ്യുന്നു. നമ്മൾ ഈ സൊസൈറ്റിയിൽ നിന്നുള്ള പാല് ആദ്യം ഇവിടെ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ RMSകൾ എന്ന് പറയുന്നത് റോ മിൽക്ക് സൈലോസ്, അവിടെയൊക്കെയാണ് നമ്മൾ ആദ്യം കളക്ട് ചെയ്യുക. റോ മിൽക്ക് സൈലോസ് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് പാസ്ചറൈസേഷൻ എന്ന് പറയും. പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലിനെ നമ്മൾ 72 ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂടാക്കി ഒരു 15 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിക്കുന്നു. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് പാസ്ചറൈസേഷൻ. ആ പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്ന എക്യുപ്മെന്റിന്റെ പേരാണ് പാസ്ചറൈസർ. ആ പാസ്ചറൈസറിന്റെ തന്നെ നമ്മൾ 3 യൂണിറ്റാണ് ഉള്ളത്. അതായത് പെർ അവറിൽ 20,000 ലിറ്റർ കപ്പാസിറ്റി ഉള്ളതും പ്രോസസ്സ് ചെയ്തെടുക്കാൻ കപ്പാസിറ്റി ഉള്ളതും, അതുപോലെ തന്നെ പെർ അവറിൽ 14 ലിറ്റർ പ്രോസസ്സ് ചെയ്തെടുക്കാൻ കപ്പാസിറ്റി ഉള്ള 2 പ്ലാന്റ്. അങ്ങനെ മൊത്തം നമുക്ക് 3 പ്ലാന്റാണ് ഇവിടെ ഉള്ളത്. ഇത്തരത്തിൽ പ്രോസസ്സ് ചെയ്ത പാലാണ് നമ്മൾ പ്രോസസ്ഡ് മിൽക്ക് സൈലോസിലേക്ക് കളക്ട് ചെയ്യും. കളക്ട് ചെയ്തതിനു ശേഷം അവിടെ നമ്മൾ ഫില്ലിങ്ങിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡൈസേഷനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ പാല് വിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു ലീഗൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് പാല് വിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് BMCCകളിൽ നിന്ന് വരുന്ന പാലിന് പല ഫാക്ടറി SNF ആയിരിക്കും. പക്ഷേ നമ്മൾ ഈ വിൽക്കുന്ന പാലെന്ന് പറയുമ്പോൾ അത് ടോൺഡ് ആണെങ്കിൽ അത് 3% ഫാറ്റും 8.5% SNF വേണമെന്നും, അത് ഡബിൾ ടോൺഡ് ആണെങ്കിൽ 1.5% ഫാറ്റും 9% SNF വേണമെന്നും, അത് ഇനി സ്റ്റാൻഡേർഡൈസ്ഡ് മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ അതിന് 4.5% ഫാറ്റും 8.5% SNF വേണമെന്നുള്ളത് FSSAI നിയമപ്രകാരം അങ്ങനെയുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ പാലിനെ മാർക്കറ്റിലേക്ക് എത്തിക്കേണ്ടത്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുക. ഫാറ്റിനെയും SNFനെയും നമുക്ക് റിക്വയർഡ് ലെവലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് സ്റ്റാൻഡേർഡൈസേഷൻ. അതായത് കൊഴുപ്പ് കൂടിയ പാലിൽ നിന്ന് കൊഴുപ്പിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടും, ഇനി നമുക്ക് ഫാറ്റ് ആഡ് ചെയ്യേണ്ട സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ക്രീമിനെ ആഡ് ചെയ്തുകൊണ്ടും, അതല്ല നമുക്കിനി SNFൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിൽ വെച്ചിട്ട് നമുക്ക് 8.5% SNF ഉള്ള പാല് നമുക്ക് കിട്ടുന്നത് കുറവാണ്. നമ്മുടെ പ്രൊക്യൂർമെൻറ്റ് ഡീറ്റെയിൽസ് വെച്ച് നോക്കിയാൽ ഒരു 8.3, 8.4 വരെയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് 8.5 വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിം മിൽക്ക് പൗഡർ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ സ്കിം മിൽക്ക് പൗഡർ, ക്രീം അഡിഷൻ അല്ലെങ്കിൽ ക്രീം സെപ്പറേഷൻ തുടങ്ങിയവയുടെ സഹായത്തോടു കൂടി റിക്വയർഡ് ലെവൽ ഓഫ് ഫാറ്റിലേക്ക് എത്തിക്കുന്ന പ്രക്രിയനെയാണ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഫില്ലിംഗ് സെക്ഷനാണ്. ഫില്ലിംഗ് സെക്ഷനിൽ മെയിനായിട്ട് 3 തരം പാലാണ് അടിക്കുന്നത്. അതായത് 1.5 ഫാറ്റുള്ള മഞ്ഞ കവർ പാല്, അതിൽ നോൺ സോൾട്ട് ഫാറ്റ് എന്ന് പറയുന്നത് 9% ഫാറ്റാണ്. അതായത് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നീലക്കവർ പാലാണ്. നീലക്കവർ പാലിൽ 3% ഫാറ്റും നോൺ സോൾട്ട് ഫാറ്റ് വന്നിട്ട് 8.5%. അടുത്തതായി ഉള്ളത് പച്ചക്കവർ പാലാണ്. പച്ചക്കവർ പാലിൻ്റെ ഫാറ്റ് എന്ന് പറയുന്നത് 4% ഫാറ്റും, പിന്നെ അതിൻ്റെ നോൺ സോൾട്ട് ഫാറ്റ് എന്ന് പറയുന്നത്
8.5%. ഇത് 3 കവറിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ അസുഖബാധിതരായവർക്കും ഹോസ്പിറ്റലൈസിലും ഉള്ളവർക്കും ഫാറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഞ്ഞക്കവർ പാലും പിന്നെ വളർന്നു വരുന്ന കുട്ടികൾക്ക് പച്ചക്കവർ പാല് 4.5 ഫാറ്റുള്ള പച്ചക്കവർ പാലും പിന്നെ ഉള്ളത് നീലക്കവർ പാലുമാണ്. ഇടത്തരം ആരോഗ്യസ്ഥിതി ഉള്ളവർക്ക് ഉള്ള നീലക്കവർ പാലുമാണ് ഇവിടെ ഫില്ല് ചെയ്യുന്നത്. ഇതാണ് ഫില്ലിംഗ് മെഷീൻ. ഈ ഫില്ലിംഗ് മെഷീൻ്റെ ബാക്കിലൂടെ കവറ് വരുന്നു. ഈ കവറ് ഫ്രണ്ടിൽ വന്ന് നമ്മൾ പാസ്റ്ററൈസ് ചെയ്ത പാല് ഈ ടാങ്കിൽ വരും. ഈ ടാങ്കിൽ വന്നതിന് ശേഷം ഈ റാഡ് വഴി നേരെ ഫിൽ പാക്കിലേക്ക് വരുന്നു. ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന പച്ചക്കവർ പാലാണ്. ഇതിൽ ഫാറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് 4%, നോൺ സോൾട്ട് ഫാറ്റ് എന്ന് പറയുന്നത് 8.5 ആണ്. ഇങ്ങനെ ഫില്ലിംഗ് സെക്ഷനിൽ പാക്ക് ചെയ്യുന്ന പാൽ കവറുകൾ ട്രേകളിൽ അടുക്കി കോൾഡ് സ്റ്റോറിലേക്ക് മാറ്റപ്പെടുന്നു. ഇത് നമ്മൾ ബോയിലർ എന്ന് പറയും. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രിക്കറ്റ് ബോയിലറാണ്. ഇവിടെ 2 തരം ബോയിലറുകളാണുള്ളത്. ഒന്ന് ഫർണസ് ഓയിൽ ഫീഡ് ചെയ്യുന്നതും ഒന്ന് ബ്രിക്കറ്റ് ഫീഡ് ചെയ്യുന്നതും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രിക്കറ്റ് ഫീഡ് ചെയ്യുന്ന ബോയിലറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തേക്ക് ബ്രിക്കറ്റ് ഫീഡ് ചെയ്ത് മാനുവലായിട്ട് ബ്രിക്കറ്റ് ഫീഡ് ചെയ്യുകയും അങ്ങനെ ഫയറിംഗ് ഉണ്ടാക്കി അതിൽ നിന്ന് സ്റ്റീം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ബോയിലറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 3 ടൺ കപ്പാസിറ്റിയാണ്. 3 ടൺ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ 3000 ലിറ്റർ വെള്ളത്തിന് സ്റ്റീമാക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ബോയിലറിൻ്റെ ക്ലാസിഫിക്കേഷനിൽ പറയുന്ന ഇത് ഒരു ഫയർ ട്യൂബ് ബോയിലറാണ്. ഫയർ ട്യൂബ് ബോയിലർ എന്ന് പറഞ്ഞാൽ ട്യൂബിൻ്റെ അകത്തുകൂടി ഫയർ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഫയർ ട്യൂബ് ബോയിലർ. ഈ ഫയർ ട്യൂബ് ബോയിലറിൽ നമ്മൾ സ്റ്റീം ഉൽപ്പാദിപ്പിക്കുകയും ഈ സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ കൊണ്ട് പാലിന് ചൂടാക്കുകയും അല്ലെങ്കിൽ പാലിന് ആവശ്യമായ ഈ സ്റ്റീമിൽ നിന്ന് എടുക്കുന്ന ചൂട് ഉപയോഗിച്ചാണ് നമ്മൾ പാലുൽപ്പന്നങ്ങളും ചൂടാക്കുകയും അതിനാവശ്യമായ ടെമ്പറേച്ചർ ഉയർത്തി കൊണ്ടുവരികയും ചെയ്യുന്നത്. ഇതാണ് മിൽമയുടെ എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. അതായത് ഞങ്ങൾക്കിവിടെ ഒരു ദിവസം ഒരു 4 ലക്ഷത്തി ലിറ്ററിന് മുകളിൽ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അതായത് നമ്മൾ പല പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് ക്ലീനിങ്, ഒരു പ്രാവശ്യം ടാങ്ക് ക്ലീൻ ചെയ്താലോ അല്ലെങ്കിൽ ഒരു മെഷീൻ ക്ലീൻ ചെയ്താലോ വരുന്ന വേസ്റ്റ് വാട്ടർ, ഇതൊക്കെ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കൊരു ഏകദേശം ഒരു 4-4.5 ലക്ഷം ലിറ്റർ വെള്ളം പെർ ഡേ ആവശ്യമായിട്ട് വരുന്നു. അപ്പോൾ ഈ വെള്ളം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും പുറത്ത് കളയുക, അല്ലെങ്കിൽ നമ്മൾ വേറെ ഫർദറായിട്ടുള്ള യൂസേജിന് വേണ്ടി ഉപയോഗിക്കുക. അപ്പോഴങ്ങനെ ചെയ്യുന്ന ഒരു പ്ലാന്റാണ് മിൽമയുടെ ETP. അപ്പോൾ ഇതിൻ്റെ തുടക്കം എന്ന് പറയുമ്പം ഡയറിയിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ ആദ്യം വന്ന് ചേർന്നത് റോ ടാങ്കിലാണ്. അവിടെ നിങ്ങൾക്ക് കാണാം, അവിടെ ഒരു ടാങ്കുണ്ട്. ആ ടാങ്കിലാണ് വന്ന് കയറുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ഒരു 4.5 ലക്ഷം ലിറ്ററിൻ്റെ വെള്ളത്തിൻ്റെ ഉപയോഗം ഉള്ളതുകൊണ്ട് പെർ ഡേ നമുക്കൊരു അരമണിക്കൂർ കൂടുന്തോറും അവിടെ നിന്ന് പമ്പ് ചെയ്ത് നമ്മളിവിടുത്തെ ബാലൻസ് ടാങ്കിലോട്ട് മാറ്റും. ഇവിടെ നിന്ന് മാനുവലായി നിങ്ങൾ ഈ കാണുന്ന വേസ്റ്റ് നമ്മളിവിടെ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്, അവർ തന്നെയാണ് ഇതിന് മാറ്റുന്നത്. ഇവിടെ നിന്ന് വെള്ളം പോകുന്നത് നേരെ എയറേഷനിലോട്ടാണ് പോകുന്നത്. പ്രൈമറി, സെക്കൻഡറി എന്ന് പറയുന്ന 2 എയറേഷൻ ടാങ്കുകളുണ്ട്. പ്രൈമറി ഇവിടെ വേറെ ഒന്നുമല്ല, ഓക്സിഡേഷൻ്റെ അളവ് കൂട്ടുക എന്ന് പറയുന്നത്. ഈ ഓക്സിജൻ്റെ പ്രസൻസ് കൂട്ടിയിട്ട് ബാക്ടീരിയയുടെ ഗ്രോത്ത് കൂട്ടുക എന്ന് പറയുന്നുണ്ട്. വെള്ളത്തിൻ്റെ പ്യൂരിഫിക്കേഷൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്ന രീതിയിലാണ്. ഇവിടുന്ന് പോയെന്ന വെള്ളം നേരെ ക്ലാരിഫയറിലോട്ടാണ് പോകുന്നത്. ക്ലാരിഫയർ എന്ന പോണ്ടിൽ നിന്ന് പോകുന്ന വെള്ളത്തിന് നമ്മൾ വേറെ പ്യൂരിഫൈ ടാങ്ക് നമുക്ക് ഫിൽറ്റർ ഉണ്ട്. ഒരു 3 ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. ഫിൽട്രേഷൻ നടന്നതിന് ശേഷം മിൽമയുടെ വെള്ളം ബയോളജിക്കൽ BOD ഒരു 30ക്ക് താഴെയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇതിനിടയ്ക്ക് തന്നെ പ്രോസസ്സിങ് നമ്മൾ ലാബ് ചെക്ക് ചെയ്യുന്നുണ്ട്. വെള്ളം വരുന്നതും ഇവിടുന്ന് ഇതിൻ്റെ എല്ലാം ഔട്ട് എടുത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയുന്ന കൺസേണുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് കറക്റ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഒരു BOD 30ക്ക് താഴെയാണെന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളമാണ് ഇവിടുത്തെ ഇറിഗേഷന് വേണ്ടി മോസ്റ്റ്ലി ഉപയോഗിക്കുന്നത്. ഇറിഗേഷൻ ബാക്കി നമ്മൾ ഫ്ലോർ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നു, ഗാർഡനിലോട്ട് മാറ്റുന്നുണ്ട്, പിന്നെ ഫ്ലഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. വേറെ റീയൂസായിട്ട് ഈ ഒരു പർപ്പസിന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഡെയിലി വരുന്ന വെള്ളത്തിനെ ഈ രീതിയിൽ പ്രോസസ്സ് ചെയ്ത് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റാണ് ETP. ചേട്ടാ, മിൽമയിലെ പ്ലാന്റ് ഒക്കെ വിസിറ്റ് ചെയ്തോ? വിസിറ്റ് ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു അനുഭവമായിരുന്നു. മിൽമ പോലെ തന്നെ ഒരു മധുരമുള്ള അനുഭവമായിരുന്നു. നമുക്ക് കാണാൻ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളൂ. കണ്ട് ഇഷ്ടപ്പെട്ടത്. പ്രവർത്തനങ്ങളും രീതികളൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. നല്ല അഭിപ്രായമാണ്. വേറെ പ്രത്യേകിച്ച് എങ്ങനെയാ പൂർണ്ണമായിട്ട് നല്ല സന്തോഷമായിരുന്നു കാണാൻ പറ്റി. ഇതുപോലെ എല്ലാ വർഷവും
അതുപോലെ പൊതുജനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കും. ശരി ശരി. ചേച്ചിയുടെ അനുഭവം എന്താണ്? അത് സെയിം തന്നെയാണ്, നല്ല അനുഭവമായിരുന്നു. കാണാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. സാധാരണ നമുക്ക് ഇങ്ങനെയൊന്നും കാണാൻ പറ്റൂലല്ലോ. കൊള്ളാം, നല്ലതായിരുന്നു. എല്ലാ പ്രോഡക്റ്റും കാണാൻ പറ്റി. നല്ല നല്ല എക്സ്പീരിയൻസ്. ഓക്കെ, താങ്ക്സ്. പ്ലാന്റൊക്കെ വിസിറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? മിൽമയിൽ പ്ലാന്റൊക്കെ വിസിറ്റ് ചെയ്തിട്ട് എന്താണ് പറയാനുള്ളത്? പറഞ്ഞോ. കൊള്ളാം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാന്റ് കാണുന്നത്. നല്ല വൃത്തിയൊക്കെ ഉണ്ട്. ഇപ്പോൾ വിശ്വാസ്യതയോടെ കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളാണെന്ന് മനസ്സിലായോ? ഓ, മനസ്സിലായി. ഓക്കെ, താങ്ക് യു. എന്താണ് പറയാനുള്ളത്? നല്ല വൃത്തി സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് കണ്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ. എന്താണ് മിൽമയെ പറ്റി പറയാനുള്ളത്? നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്. ഇവിടെ വന്ന് കണ്ടപ്പോൾ ബോധ്യമായി നല്ല ഹൈജീനിക് ആണ്. ഓക്കെ. ഇവിടെ കുറച്ച് ആൾക്കാർ. ഹായ്. ഹലോ. നിങ്ങളിവിടെ വർക്ക് ചെയ്യുന്നതാണോ? അതെ. അപ്പോൾ എന്താണ് ഇന്നത്തെ മിൽക്ക് ഡേ പറ്റി പറയാനുള്ളത്? ഞാൻ വന്നിട്ട് എൻ്റെ ഇവിടുത്തെ ഫസ്റ്റത്തെ മിൽക്ക് ഡേ ആണ്. ആദ്യമായിട്ടാണ് ഈ പ്ലാന്റിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ ഇവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കിയൊക്കെ ഡ്യൂട്ടികൾ ചെയ്യാനൊക്കെ പറ്റുന്നത്. എന്താ പറയുക, പുറത്ത് നിന്ന് കാണുന്നതിനേക്കാളും ഇവിടെ ഡ്യൂട്ടി ചെയ്ത് ഇവിടുത്തെ പറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഒരു ഫാമിലി പോലെ, സത്യം പറഞ്ഞാൽ ഒരു ഫാമിലി പോലെയാണ് നമ്മളിവിടെ എല്ലാവരും ഉള്ളത്. നല്ല രസമാണ്. പിന്നെന്താ പിന്നൊന്നും പറയില്ല. പിന്നെ എന്ത് സന്തോഷമുണ്ട്. ഇനിയുള്ള 2 ദിവസം നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് ഇവിടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഒരു മിനിറ്റ്, പ്ലാന്റൊക്കെ വിസിറ്റ് ചെയ്തിട്ട് എന്താണ് അഭിപ്രായം? പ്ലാന്റ് വിസിറ്റ് ചെയ്ത് ഭയങ്കര ഹൈജീനിക്കാണ്. കാര്യങ്ങളെല്ലാം നല്ല സ്മൂത്തായിട്ട് നമ്മൾ വിചാരിക്കും. നമ്മൾ രാവിലെ പാൽ മേടിക്കുമ്പോൾ ആ പാല് പൊട്ടിച്ചൊഴിക്കുന്ന ഒരു ഇതല്ലേ നമ്മൾ അറിയുന്നത്. പക്ഷേ ഇത്രയും പ്രോസസ്സ് അതിന് പിന്നിലുണ്ടെന്ന് നമ്മളത് കയറിയതിന് ശേഷമാണ് മനസ്സിലായത്. എവിടെന്നാണ് വരുന്നത്? ഞങ്ങൾ ഇവിടെ JDC സെൻറ്റർ കുറവങ്കോണം. പ്ലാന്റൊക്കെ എല്ലാവരും വിസിറ്റ് ചെയ്തായിരുന്നോ? എന്താണ് അഭിപ്രായം മൊത്തത്തിൽ? ഭാവിയിൽ പ്രൈവറ്റ് ഡയറീസ് ഒക്കെ വന്നിട്ട് പാലിനെ പറ്റിയൊക്കെ വ്യാജമായ പ്രചരണം നടത്തിയിട്ട് അതിൽ നിങ്ങളൊക്കെ ആകർഷകരായി വേറെ പാലിലേക്ക് പോകുമോ? മിൽമ വിശ്വാസമാണോ? ഇപ്പൊ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയോ? ഏത് സ്കൂളിൽ നിന്ന് വരുന്നത്? ഏത്? എവിടെ? എല്ലാവരും ഹാപ്പി ആണല്ലോ? ഓക്കെ. എനിക്ക് ഇന്ന് വന്ന് കാണാൻ പറ്റിയതിൻ്റെ എക്സ്പീരിയൻസ് എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ലൈഫിൽ ഇങ്ങനത്തെ ഒരു മിൽക്ക് പ്രോഡക്റ്റ് ഇന്റേണലി ഇങ്ങനെ പ്രോസസ്സ് മനസ്സിലാക്കിയിട്ടില്ല ജീവിതത്തിൽ. ഇന്ന് ഞാൻ മനസ്സിലാക്കി. നല്ല ഗേറ്റ് വാച്ചർ മുതൽ ഗേറ്റ് ഗാർഡ് മുതൽ എൻഡ് വരെ നല്ല സ്റ്റാഫിൻ്റെ, എനിക്ക് ആദ്യമായിട്ട് സ്പെസിഫൈഡായിട്ട് പറയാനുള്ള സ്റ്റാഫിൻ്റെ ആ എക്സ്പ്ലനേഷൻ പവർ, ആ കോർപ്പറേഷനും സ്നേഹവും സഹകരണവുമാണ്. അതിനുശേഷം ഓരോ സെക്ഷനിലും പോയി ഓരോ സ്റ്റാഫിനടുത്തും ഓരോ സ്റ്റേജിനെ കുറിച്ച് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. എൻ്റെ ഡൗട്ടുകൾ ഞാൻ വീണ്ടും അവരെ തിരിച്ച് വിളിച്ചും ചോദിച്ചു. അവർ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ അവർ ഫ്രീ സ്റ്റൈലിൽ വന്ന് നമ്മുടെ താല്പര്യം അനുസരിച്ച് ക്വസ്റ്റ്യൻ അനുസരിച്ച് അവരെ തന്നാൽ കഴിയുന്ന എക്സ്പീരിയൻസും അവരുടെ അനുഭവവും തിയറി ഞാൻ ഒരുപാട് ചോദിച്ചു. തിയറി അവരെ കൊണ്ട് കഴിയുന്നത്തോളം എനിക്ക് തന്നു. ഞാൻ ഒരുപാട് മനസ്സിലാക്കി. എൻ്റെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് ലൈഫിൽ. പിന്നെ വിസിറ്റ് ചെയ്തിട്ട് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കിയായിരുന്നു. ചൂസ് ചെയ്യും. ഞങ്ങൾ ഇപ്പോഴും മിൽമ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അതെ അതെ. ഇപ്പൊ കുറച്ചുകൂടി വിശ്വാസത കൂടി. അതെ അതെ. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഓക്കെ. എവിടെ നിന്ന് വരുന്നത്? എൻ്റെ സ്ഥലം വട്ടപ്പാറ. വട്ടപ്പാറ. ഞങ്ങൾ പഠിക്കുന്നത് ഇവിടെ കോപ്പറേറ്റീവ് കോളേജാണ്, കുറവങ്കോണം കോളേജ്. ഓക്കെ, ശരി. പ്ലാന്റൊക്കെ വിസിറ്റ് ചെയ്തിട്ട് എന്താണ് അഭിപ്രായം? ഇഷ്ടപ്പെട്ടു. നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. കണ്ടിട്ടില്ലാത്ത കാര്യമാണ്. എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങൾ 10-200 കുട്ടികളുമായിട്ടാണ് ഞങ്ങൾ വന്നത്. സ്കൂളല്ല, ഞങ്ങൾ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ്, കോപ്പറേറ്റീവ് ട്രെയിനിങ് സെന്റർ, 2 സ്ഥാപനങ്ങൾ. അതുകൊണ്ടാണ് അവർക്ക് പഠിക്കാനുണ്ടല്ലോ. അഭിപ്രായം എന്താണ്? പറയൂ. വളരെ നല്ല അഭിപ്രായം തന്നെയാണ്. കാരണം പബ്ലിക്കിന് ഒരു അവെയർ ആവാൻ സാധിച്ചല്ലോ. ഇവിടെയുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളും മറ്റുമൊക്കെ നമ്മൾ കേട്ടറിവേ ഉള്ളൂ. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ളതാ. അപ്പോൾ എന്തായാലും നല്ലൊരു അറിവ്. എന്തായാലും ഇങ്ങനെ ചെയ്തത് നല്ലൊരു കാര്യമായി. നല്ലതായിരുന്നു. ഇവർ പഠിക്കാൻ ഒരു പോർഷൻ ഉണ്ട് ഇവർക്ക്. അതിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു.
ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. സ്കൂൾ നമ്മൾ JDC കോളേജിൽ നിന്നാണ് ട്രെയിനിങ് സെൻറ്റർ. പക്ഷേ വന്നപ്പോൾ നമ്മൾ കണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫാസ്റ്റ് സ്പൈസിനൊക്കെ നമുക്ക് കേട്ടുള്ള പരിചയമുള്ളൂ, ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയത്തില്ല. പക്ഷെ ഒന്ന് കണ്ടു, അതിൻ്റെ രീതികളെല്ലാം മനസ്സിലാക്കി നന്നായിട്ട് തന്നെയാണ് അവർ പറഞ്ഞു തന്നത്. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പറഞ്ഞു തരണമുണ്ട്. എല്ലാ മിക്ക യൂണിറ്റുകളും കയറ്റി നല്ലൊരു എക്സ്പീരിയൻസ് ആണത്. ഞങ്ങൾക്ക് കിട്ടിയ നല്ലൊരു ഭാഗ്യം. ഞങ്ങൾ JDC. എല്ലാവരും കണ്ടല്ലോ, എല്ലാവരും ഹാപ്പിയാണോ? ഹാപ്പിയാണോ? പ്ലാന്റൊക്കെ വിസിറ്റ് ചെയ്തിട്ട് എന്താണ് അഭിപ്രായം? Okay, the overall experience about the plant was quite good actually. So many processes are taking place before the milk is reaching to us is really astonishing, and the safety of our people who are consuming is ensured so nicely. It's very impressive actually. Very impressive. VSSC. സാർ എവിടെയാണ്? ഓക്കെ, നമ്മളെല്ലാവരും സാറുണ്ടാണ്. സോ ഇത് മെയിനായിട്ട് ദി സേഫ്റ്റി ആൻഡ് ക്ലീൻനെസ് നമുക്ക് ഇഷ്ടപ്പെട്ടു. സോ അതുകൊണ്ടാണ് നമുക്കൊരു മിൽമയുടെ കോൺഫിഡൻസ് അതാണ്. താങ്ക് യു. ഇറ്റ് ഈസ് എ വെരി വർത്ത് സീയിങ്, വിസിറ്റിംഗ്, ആൻഡ് വി ആർ നോട്ട് നോയിങ് ദി പ്രോസസ്, ടോട്ടൽ പ്രോസസ് ഓഫ് ഹൗ ദി മിൽക്ക് ഈസ് മെയ്ഡ് ആൻഡ് അതർ ബട്ടർ ആൻഡ് curd, everything we learnt very nicely, and people have explained all the process very nicely. Now I think you have maintained the cleanliness very well, and we are confident we can go ahead with the milk, making more milk, Milma milk. Okay, thank you. Madam, endana? This is nice experience for us. How hygienically they are producing the milk. It is very satisfactory. We love Milma. Where are you coming from? Andhra, we stayed here only. Okay. My husband on VSSC? VSSC husband is working in VSSC. I am housewife. Are you satisfied to Yeah, visiting 100% satisfied, and every year like this open to public, it is very good opportunity, and we know what is the real it is working. So we are happy. Okay, thank you, madam. Okay.